ഹലോ ഗൈസ്, ഞാനിപ്പോൾ ഉള്ളത് എറണാകുളം ജില്ലയിലെ മനോഹരമായ ഒരു സ്ഥലത്താണ്. ഭൂതത്താൻകെട്ട് ഡാം. കോതമംഗലം ടൗണിൽ നിന്ന് ഏകദേശം 10 കിലോമീറ്ററോളം അകലെയായിട്ടാണ് ഈ ഡാം. ഇവിടുത്തെ പ്രവേശന ഫീസ് മുതിർന്നവർക്ക് 10 രൂപയും കുട്ടികൾക്ക് 5 രൂപയാണ് കേട്ടോ. മാത്രമല്ല പാർക്കിംഗ് സൗകര്യവും ഇവിടെ അവൈലബിൾ ആണ്. പെരിയാർ നദിയിൽ 1940-കളിലാണ് ഭൂതത്താൻകെട്ട് ഡാം നിർമ്മിച്ചത്. ഫ്ലഡ് കൺട്രോളും ഇറിഗേഷനുമാണ് ഈ ഡാമിൻ്റെ പ്രധാന ലക്ഷ്യം. ഭൂതത്താൻകെട്ട് എന്ന പേരിന് പിന്നിൽ ഒരു പഴയ ജനകഥയുണ്ട് കേട്ടോ. പഴയ കാലത്ത് ഇവിടെ താമസിച്ചിരുന്ന ഭൂതങ്ങൾ പുഴയുടെ താഴെയുള്ള ശിവക്ഷേത്രം നശിപ്പിക്കാൻ വേണ്ടി പുഴയടച്ചു കെട്ടിയത് കൊണ്ടാണ് ഈ പേര് കിട്ടിയത് എന്നാണ് ആ കഥ. ഡാമിൻ്റെ അടുത്ത് ചെറിയൊരു പാർക്കും ഒരു ബോട്ടിംഗ് ഏരിയയും ഉണ്ട് കേട്ടോ. ഒഴിവ് സമയങ്ങളിൽ കുടുംബസമേതം വന്ന് ചെലവഴിക്കാൻ പറ്റിയൊരു സ്ഥലമാണ്. മഴയായതുകൊണ്ട് ഞങ്ങൾക്ക് അങ്ങോട്ടേക്ക് പോകാനായിട്ട് പറ്റിയില്ല കേട്ടോ. ഇവിടെ മഴക്കാലത്ത് വരുമ്പോൾ ഡാമിൻ്റെ ഫ്ലോ കാണാൻ വളരെ ഭംഗിയാണെന്നാണ് കേട്ടിട്ടുള്ളത്. പക്ഷെ ഞങ്ങൾ വന്ന ദിവസം ഡാമിൻ്റെ ഷട്ടർ ഇട്ടിരിക്കുകയായിരുന്നു കേട്ടോ. റിവർ സൈഡിൽ ഫോട്ടോ എടുക്കാൻ പോകുന്നവരൊക്കെ നന്നായി സൂക്ഷിക്കണം കേട്ടോ. നല്ല അടിയൊഴുക്കുള്ള പുഴയാണ്, ഹൈലി ഡേഞ്ചറസ് ആണ് കേട്ടോ. ഭൂതത്താൻകെട്ട് ഡാമിന് സമീപം മറ്റു ടൂറിസ്റ്റ് സ്പോട്ടുകളും ഉണ്ട്. തട്ടേക്കാട് ബേർഡ് സാങ്ച്വറി, പാണിയേലിപ്പോര്, എടമലയാർ ഡാം തുടങ്ങിയവ. അതിനാൽ ഇവിടെ എത്തുമ്പോൾ ആ സ്ഥലങ്ങളും കൂടി ചേർത്ത് കാണുന്നത് നല്ലതാണ്. മഴയായതുകൊണ്ട് ഞങ്ങൾക്ക് തട്ടേക്കാട് മാത്രമേ പോകാൻ പറ്റിയുള്ളൂ. അവിടുത്തെ കാഴ്ചകൾ മറ്റൊരു വീഡിയോ ആയിട്ട് ഇടാമേ. ഫാമിലി ആയിട്ടുള്ള ഒരു ദിവസത്തെ വിനോദത്തിനും അതുപോലെ നേച്ചർ ഫോട്ടോഗ്രാഫിക്കും ഒക്കെ പറ്റിയ സ്ഥലമാണ് ഭൂതത്താൻകെട്ട്. അങ്ങനെ നമുക്ക് ഇന്നത്തെ യാത്ര അവസാനിപ്പിക്കാം. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ കേട്ടോ. ബൈ.